നമ്മുടെ വയനാട്ടിലെ സർക്കാരിൻ്റെ ഭൂമിദാന ചടങ്ങ്, ഭൂമിദാനം ചടങ്ങെന്നേ നമുക്കതിനെ പറയാൻ പറ്റൂ. അവിടുത്തെ ദുരന്ത ഭൂമിയിലെ കെട്ടിടങ്ങൾ. പാവപ്പെട്ടവർക്ക് വീട് കൊടുത്തു എന്ന് പറഞ്ഞ് സംഘടിപ്പിച്ച ചടങ്ങാണ്. പക്ഷേ അവിടെ കൊടുത്തത് ഭൂമി മാത്രമാണ്. ആ ചടങ്ങിൽ ടി സിദ്ദിഖ് എം എൽ എ കൽപ്പറ്റ അല്ലേ, അതെ, അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ വീണ് ആ മണ്ണ് കുതിർന്നു. അദ്ദേഹത്തെ അതുപോലെ ഇവർ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചു. കൂവി വിളിക്കുകയായിരുന്നു അദ്ദേഹം പ്രസംഗിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. എന്ത് സംഭവിച്ചു? അവിടുത്തെ ആ കണ്ണുനീര് അവിടുത്തെ വോട്ടർമാർ ഏറ്റുവാങ്ങി. അതെ, വോട്ടായി അവരവരുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി വോട്ടായി മാറി. സിദ്ദിഖ് മുമ്പൊന്നും ഇല്ലാത്ത ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. ജയിച്ചു. കാരണം അപ്പോൾ നമ്മൾ ഓർക്കണം, CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഈ ഒരു വോട്ടിന് വേണ്ടിയും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയും എന്ത് നാറിത്തരവും പരനാറിത്തരം എന്ന് വേണം പറയാൻ അത് അവരുടെ കാണിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു അല്ലേ. അതെ, ഇപ്പം ടി സിദ്ദിഖിനെ പോലെ ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്. മാത്രമല്ല നമ്മൾ കണ്ടതാണ് അന്ന് ഈ ദുരന്തം ഉണ്ടായപ്പോൾ സിദ്ദിഖ് രാത്രിയൊന്നോ പകലൊന്നും ഇല്ലാതെ ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരാളിനെയാണ് ഈ കൂവി വിളിച്ചത്. എന്തിനാണ് ഇവർ ഈ കൂവി വിളിക്കുക? കഴിഞ്ഞ ദിവസം TK ഗോവിന്ദനെ അദ്ദേഹം വോട്ട് ചെയ്യാൻ ചെന്നപ്പോൾ കൂവി വിളിച്ചാണില്ലേ ഞങ്ങൾ. അദ്ദേഹം അവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട് അവരെ. ആ നോട്ടം പോലും വോട്ടായി മാറി എന്നാണ് പറയപ്പെടുന്നത്. അവസാനം ഈ സിദ്ദിഖിന് അന്ന് സംഭവിച്ചത് എന്താണെന്ന്, സിദ്ദിഖിനെ അവർ ടാർഗറ്റ് ചെയ്തു. അവരതിനു വേണ്ടി ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്തു. ഒടുവിൽ ആ മനുഷ്യന് താൻ ചെയ്തതും ഒന്നും കണക്ക് പറയാൻ കഴിഞ്ഞില്ല. താൻ അവിടെ എന്താണ് ചെയ്തത്, പിന്നെ താൻ ഈ വയനാട് നിവാസികൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നൊന്നും ഒരു കണക്ക് പറയാൻ കഴിഞ്ഞില്ല. പറയാൻ സമ്മതിക്കണ്ടേ? ഇല്ല, അദ്ദേഹത്തിന് പറയേണ്ടി വന്നില്ല. പകരം അവിടുത്തെ ജനങ്ങൾക്കറിയാം അദ്ദേഹം ആരായിരുന്നു അവർക്കെന്നുള്ളത്. ഈ ദുരന്ത ഭൂമിയിൽ ഓടി നടന്ന് പാവപ്പെട്ടവരുടെയും അച്ഛനെയും അമ്മയും മക്കളെയും ബന്ധുക്കളെയും ഒക്കെ നഷ്ടപ്പെട്ടവരുടെ എല്ലാ ആൾക്കാരെയും ആശ്വസിപ്പിക്കാൻ തയ്യാറായ ഒരാളായിരുന്നു സിദ്ദിഖ്. അത് അവിടുത്തെ വോട്ടർമാർക്ക് അറിയാവുന്നതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരത് കൃത്യമായിട്ട് അവർ കടപ്പാട് അവർ തിരിച്ച് രേഖപ്പെടുത്തി. CPM സംബന്ധിച്ചിടത്തോളം പ്രധാനമായും തള്ളാണല്ലോ അവരുടെ ഒരു പ്രധാന ഒരു അജണ്ട. കൂടുതലും വാഗ്ദാനങ്ങളായിരിക്കും. ഇനി അതല്ല, ഈ കൊടുത്ത കെട്ടിടത്തിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടാണല്ലോ. അതെ, തുറന്നിരിക്കുന്ന കെട്ടിടങ്ങൾ. അത് മുസ്ലിം ലീഗ് കൊടുത്ത കെട്ടിടവും നമ്മൾ കണ്ടു. അതും കൊള്ളാം. അത് MP കെട്ടിടം. അതാണ് വീട്. ഒരാൾക്ക് നമ്മളൊരു കാര്യം, നമ്മൾ ഒരു ദാനം കൊടുക്കണം, നമ്മൾ സമ്മാനം കൊടുക്കണമെങ്കിൽ അത് മര്യാദയ്ക്ക് കൊടുക്കണം. അതല്ലാതെ പൊളിഞ്ഞ ദാനം അടുത്ത് എന്തുകൊണ്ടായിരുന്നു മനസ്സിലാകുന്നുണ്ട്. ഇത് എന്താണെന്ന് മനസ്സിലായത്. അതായത് CPM പറയാൻ ഇവർ വലിയ വികസന നേട്ടം അടിക്കുന്നല്ലോ. പിണറായി വിജയൻ വികസന നായകനാണെന്ന് പറയും. പക്ഷേ ആ വികസനം ഒന്നും നമ്മുടെ മുന്നിലോട്ട് കാണിക്കാനില്ലായിരുന്നു പറയത്തക്കതായിട്ട്. എന്താ ഉള്ളത്? വികസനമൊന്നുമില്ലല്ലോ. ഈ അടിസ്ഥാന സൗകര്യ വികസനം കണ്ട് മേനി നടിക്കേണ്ട കാര്യമില്ല. അടിസ്ഥാന സൗകര്യ വികസനം ഒരു സർക്കാരിൻ്റെ പ്രാഥമിക ബാധ്യതയാണ് അല്ലേ. അതെ, ഒരു ഏത് സർക്കാർ, ഇപ്പോൾ പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും പാർലമെൻറ്റിലാണെങ്കിലും ഒരു ജനപ്രതിനിധിക്ക് ഒരു ഫണ്ട് കൊടുത്തിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസനം. ആ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നതാണ് ജനപ്രതിനിധിയുടെ മിടുക്കാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ ആ വാർഡിലല്ലേ ആ മണ്ഡലത്തിൽ തോക്കും. അങ്ങനല്ലേ സംഭവിക്കും? എത്രയോ സംഭവങ്ങൾ നമുക്ക് നേരത്തെ സമയമില്ല, അതുകൊണ്ട് പറയാത്തതാണ്. ഒരുപാട് കാര്യങ്ങളിൽ സ്ഥലങ്ങളിൽ ഇത്ര ജനപ്രതിനിധികളൊന്നും വാക്ക് കൊടുത്തിട്ട് വാക്ക് പാലിക്കാതെ പിന്നെ ആ വഴിക്ക് പിന്നെ പോകേണ്ടി വന്നിട്ടില്ല അവർക്ക്. എത്രയോ പേര്, എത്ര ജനപ്രതിനിധികൾ. അപ്പം ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ആ ദുരന്ത ഭൂമിയിൽ സിദ്ദിഖ് നടത്തിയ പ്രവർത്തനങ്ങൾ, സിദ്ദിഖിൻ്റെ ഓടി നടന്ന് അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എല്ലാം നേരിട്ടറിയാവുന്ന ആൾക്കാരുടെ മുന്നിലേക്കാണ് നിങ്ങൾ ഒരു കൂട്ടം ആൾക്കാർ ചെന്നൊരു നാടകം അവതരിപ്പിക്കുക. എന്നിട്ട് ആ മനുഷ്യനെ നിങ്ങൾ കൂവി വിളിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വോട്ട് ലഭിക്കില്ല. അതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളൊരു പുതിയ കഥ മെനയുന്നു. അതാണ് ആ കഥ മെനയുന്നിടത്താണല്ലോ ഇവരെ പ്രാഗൽഭ്യയിരിക്കുന്നത്. ആ കഥ മെനഞ്ഞിട്ട് സിദ്ദിഖിനെ അവർ അതിൽ അയാളെ എങ്ങനെയൊക്കെ അപമാനിക്കാമോ ആ രീതിയിൽ അപമാനിക്കും. തൊട്ടു പുറകെ അവർ കോൺഗ്രസിൻ്റെ വയനാട് ഫണ്ടിനെ കുറിച്ച് അതാണ് അടിസ്ഥാനമാക്കി വെച്ചിരിക്കുന്നത്. അവർ കോൺഗ്രസ് വയനാട് ഫണ്ട് പിരിച്ചത് എവിടെ, കെട്ടിടം വെച്ചില്ലല്ലോ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ചോദ്യങ്ങൾ രംഗത്ത്. കാരണം ഇവരടിച്ചു മാറ്റിയത് മുഴുവൻ മറയ്ക്കാൻ വേണ്ടി ഇവർ വേറൊരു ആളുടെ ഇതിലേക്ക് കടന്നു ചെല്ലുകയാണ്. അതെപ്പോഴും അങ്ങനെയാണല്ലോ. അതാണ് മറ്റുള്ളവരുടെ തലയിൽ കുറ്റം ചാരി തല ഊരാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിയത്. അപ്പം അത് കേരളം ഒട്ടാകെ ഇവർ നടത്തി നോക്കി. പക്ഷേ അങ്ങനെ ഒരു വയനാട് ഫണ്ട് തട്ടിയ, അപ്പം എന്നോട് പല സുഹൃത്തുക്കൾ, നമ്മുടെ മാധ്യമപ്രവർത്തക സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞു, വയനാട് ഫണ്ട് തട്ടിപ്പ് ഭയങ്കരമായിട്ട് കോൺഗ്രസിനെ ബാധിക്കും. അത് അവർ കൃത്യമായിട്ട് കൊണ്ടുവന്ന് പോറ്റിയെ കയറ്റിയ പോലൊരു ഗാനം അവർ വയനാട് ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് ഇറക്കിയിട്ടുണ്ട്. ഈ ഗാനം ജനഹൃദയങ്ങളെ സ്വാധീനിക്കും. ഈ ഗാനം അങ്ങനെ വരും ഇങ്ങനെ വരും. ഈ പറയുന്ന എന്താ കോൺഗ്രസ്സിന് ഈ 70 സീറ്റ് കൂടുതൽ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ
ഇവിടുത്തെ ജനം അതിനെ പുറംകാല് കൊണ്ട് ചവിട്ടി എറിഞ്ഞു എന്നാണ് ഇത്രയുടെ ഫലം കാണുന്നത്. ഈ ഫലം കാണുന്നത്. മാത്രമല്ല വയനാട് എല്ലാ സീറ്റും യു.ഡി.എഫിന് കിട്ടിയെന്നുള്ളതാണ് അതെ, കഴിഞ്ഞ തവണ OR കേളുവിന് ഒരു സീറ്റ് അതെ, ഇവരെല്ലാം കൂടെ അവിടെ ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയത് വിജയകരമായിരുന്നുവെങ്കിൽ വയനാട്ടിലെ എല്ലാ 3 സീറ്റും എൽ.ഡി.എഫിന് കിട്ടും. അല്ല, ആ സിദ്ദിഖിനെ അപമാനിച്ചതിന്റെ ആ ഒരു തരംഗം അതുകൊണ്ട് ആ ജില്ലയിൽ മൊത്തം ഉണ്ടായി. കാരണം അയാളെ അപമാനിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ന്യൂനപക്ഷ വോട്ട് പോയി. സാധാരണ CPM തെറ്റ് തിരുത്താൻ ഒരു 10-25 വർഷമൊക്കെ എടുക്കും. ചിലപ്പോൾ 20 വർഷം കഴിയുമ്പോൾ പറയുമായിരിക്കും അന്ന് സിദ്ദിഖിനെ കൂയത് തെറ്റായി പോയി എന്ന് പാർട്ടി ഇപ്പോൾ മനസ്സിലാക്കുന്നു. അല്ല, ഇത് പിന്നെ പിണറായി വിജയന് ഈ കേസുണ്ടല്ലോ, പോറ്റിയെ കയറ്റിയെ തിരിച്ചടിച്ചല്ലോ. തിരിച്ചടിച്ചപ്പോൾ പോറ്റിയെ കയറ്റിയെ എഴുതി ഉണ്ടാക്കിയവനെ മൊത്തം കൂടോടെ തൂത്തുപുറക്കി അകത്തിടാൻ ഉത്തരവ് വന്നു, കേസും എടുത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ മുഴുവൻ മുസ്ലിംസാണ്. ഒന്നാമതേ ന്യൂനപക്ഷങ്ങൾ ഇവരോട് അകന്നു നിൽക്കുക. അപ്പോൾ ഇവരിതിനകത്ത് എന്താണ് കാണിക്കുന്നത്? ഇവരുടനെ ഇത് മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നും പറഞ്ഞു. അപ്പം അല്ല, മത നിഷേധം അല്ലെ മതനിന്ദ ആ രീതിയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ എന്താ കാര്യം? അയ്യപ്പൻ സാർവദേശീയ ഭഗവാനാണ്, ജാതി മതമില്ല, മതമില്ലാത്ത ദൈവമാണ് അയ്യപ്പൻ. അവിടെ പിന്നെ എന്ത് മതനിഷേധം? അവിടെ മതനിഷേധമില്ല. അയ്യപ്പൻ്റെ പാട്ട് കേട്ട് ഞങ്ങൾക്ക്, അതായത് അന്തം കമ്മികൾക്ക് പിന്നെ വിഷമം ഉണ്ടായി. അയ്യപ്പനെ കണ്ടാലും ഇടറ FIR എന്ന് പറയുന്നത് പിന്നെയാണ് ചിന്തിക്കുന്നത്. FIR-ന് ശേഷം അയ്യോ നമ്മൾ കാണിച്ചത് എന്താണ്, അപ്പോഴേ അത് പിൻവലിച്ച് മുന്നോട്ട് കൊടുത്തു. അതിന് പകരമാണ് ഇവർ മറ്റേ പാട്ട് കൊണ്ടുവന്നത്. ഇയാൾക്കെതിരെ, സിദ്ദിഖിനെതിരെ അല്ല, വയനാടിൻ്റെ ഇതിനെതിരെ. ആ പാട്ട് ഏറ്റതുമില്ല, വയനാട് ഫണ്ട് തട്ടിപ്പേറ്റ. പക്ഷെ അതിനേക്കാൾ ഭംഗിയായിട്ട് ഈ സംഭവം വന്നു. ഏതാ? പൊട്ടിയ ഇലക്ഷന് ശേഷമാണെന്ന് തോന്നുന്നത്. അല്ല, അതിന് മുമ്പ് വന്നു. അതിന് മുമ്പ് അല്ല, അതിന് ശേഷം വന്നേ, തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് വന്നിരുന്നെങ്കിൽ ഈ 35 എന്നുള്ളത് ചിലപ്പോൾ ഒരു 25 പോയി. അല്ലാതെ അന്ന് ഇവർ കാണിച്ചു കൂട്ടിയ വിക്രിയകൾ, അന്ന് ഇവർ കാണിച്ചു ഇവരുടെ കക്കൽ കണ്ട് മടുത്ത്. ശബരിമലയിലാണെങ്കിലും വയനാട്ടിലെ എല്ലായിടത്തും പൈസ വെക്കുന്ന ഈ പരിപാടി ഇത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രത്യാഘാതമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളിപ്പം കണ്ടത്. എന്തായാലും സിദ്ദിഖിൻ്റെ കണ്ണുനീര് വീണതാണ് വയനാട്ടിൽ OR കേളു അടുക്കം തോക്കാനൊരു കാരണമുണ്ടായി. ഇതിൻ്റെയൊക്കെ കാരണഭൂതർ നിങ്ങൾ തന്നെയാണ്. CPM-ഉം DYFI SFI എല്ലാം അവരുടേതായിട്ടുള്ള സംഭാവനകൾ ഇതിനകത്ത് വഹിച്ചിട്ടുണ്ട്, ഓരോ നേതാക്കളും വഹിച്ചിട്ടുണ്ട്. അപ്പം ആ G. സുധാകരന് നേരെ ഇവന്മാർ പോസ്റ്റർ ഇറക്കി, ഈ കുഞ്ഞികൃഷ്ണന് നേരെ പോസ്റ്റർ ഇറക്കി, TK ഗോവിന്ദനെതിരെ പോസ്റ്റർ ഇറക്കി. ഇതെല്ലാം അവിടുത്തെ പാർട്ടിയെ സ്നേഹിക്കും. അപ്പം ഒരു കാര്യം ഞാൻ പറയാം, ഇടതുപക്ഷ രാഷ്ട്രീയം നശിച്ചിട്ടില്ല. ഇടതുപക്ഷത്തോട് സ്നേഹമുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. എല്ലാവരും ഇടതുപക്ഷത്തോട് സ്നേഹമുള്ളവർ. അല്ല, അതുകൊണ്ടാണ് അവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാത്തത്. ഈ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാത്തത്. പക്ഷെ അവർ വിചാരിക്കുന്ന പിണറായി വിജയൻ നയിക്കുന്ന CPM ആണെങ്കിൽ ഈ മുന്നോട്ട് പോയാൽ സ്റ്റാലിന് ശേഷം റഷ്യയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പോലെ തന്നെ ഈ വിഷയങ്ങൾ ഉണ്ടാവും. ഏതായാലും നിങ്ങളെല്ലാം കൂടി ഈ പറയുന്ന ഇദ്ദേഹത്തെ, പിന്നെ സിദ്ദിഖിനെ നിങ്ങൾ അപമാനിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തു.